നമ്മളൊരിക്കൽ ബോംബെയില് 6 വെടിയുണ്ടകൾ കൊണ്ട് ചങ്കും കരളും ഒക്കെ കീറിപ്പറഞ്ഞ് ചോര മുഴുവൻ വാർന്നു പോയിട്ടും പാമ്പ് മുറി കൂടുന്ന പോലെ ജീവൻ തിരിച്ചു പിടിച്ച ഒരു അത്ഭുത പ്രതിഭാസമല്ലേ രാമേട്ട സക്കീർ ഹുസൈൻ. മേരാ നാം സക്കീർ അലി ഹുസൈൻ. ശരിക്കും പേടിയില്ലേ ഉണ്ണിക്ക്? ലോകത്തെ പോലും ചൊറിയാൻ വരില്ല ഒരു കുഞ്ഞനും. ഹായ് ഗൈസ്, അഭിനവ് ഗെയിമർ 44ൻ്റെ പുതിയൊരു വീഡിയോയിലും കാര്യങ്ങൾ സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആടുജീവിതത്തിൻ്റെ പാർട്ട് 2 കാര്യങ്ങളായിട്ടാണ് ഗൈസ്. അപ്പം ഗൈസ് നമ്മുടെ ആടുജീവിതം നമ്മുടെ മൊത്തം ഇപ്പോൾ നമ്മുടെ ഉള്ളത് ഓടിയുന്നുണ്ടല്ലേ 3 ആടാണ് ഗൈസ്. ഇവൻ തന്നെ അവിടെ നിന്ന് തന്നെ അനങ്ങിയിരിക്കുന്നു. ഇഷ്ടപ്പെട്ട കുടുങ്ങിയിരിക്കുവാണ് എൻ്റെ ബ്രോ. എന്തിത് ഗൈസ്? നമ്മുടെ ഇപ്പോൾ മൊത്തം 3 ആടുണ്ട്. ഒരു കറുത്ത ആടും 2 വെള്ള ആടും ഉണ്ട്. ഒരു കുഞ്ഞത് 2 വലിയ ആടുകളുമാണ് നമ്മുടെ ഉള്ളത് ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പാവപ്പെട്ട ഒരു ഷെൽട്ടർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു വീറ്റ് ഫാമും കാര്യങ്ങളും ഉണ്ടാക്കണം. അല്ലെ നമുക്ക് ഫുഡില്ല. നമ്മുടെ ഗോൾഡൻ ആപ്പിൾ ഉണ്ട് ഗൈസ്. ചെസ്റ്റ് ഉണ്ടാക്കണം. അതിൻ്റെ ഒത്തിരി ഇതും കാര്യം തിന്നൊന്നു. ഓ ഗൈസ്, അങ്ങനെ നമുക്ക് നമ്മുടെ കുഞ്ഞുണ്ടായി ഗൈസ്. യെസ് ഗൈസ്. അപ്പോൾ നമുക്ക് വേറൊരു വെള്ള കുഞ്ഞുണ്ടായി. എനിക്ക് ഗ്രേ ആടിനെ വേണം. ഗ്രേ ആടിനെയും ബ്രൗൺ ആടിനെയും വേണം. മാറ് പ്രാശ്വാസേ അല്ലേ പോലെ ബാ 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 ബാ. നമ്മുടെ തത്ത എഴുതിക്കുന്നുണ്ട് ഗൈസ്. തത്ത സെറ്റ് തത്ത ഗൈസ്. നമ്മളപ്പം ഇച്ചിരി പാവപ്പെട്ട ആട്ടിടാനാണ്. നമുക്ക് ചെറിയൊരു ഫാമും പിന്നെ നമ്മുടെ ചെറിയൊരു ചെറിയൊരു ഫാമും പിന്നെ നമുക്ക് എന്നായിരുന്നു ചെറിയൊരു വീടുമാണ് ഗൈസ് നമുക്ക് വേണ്ടത് ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ സ്ഥലം. ഇച്ചിരി മാറി നമുക്ക് ചെറിയൊരു വീടുണ്ടാക്കാനുണ്ട്. വീടുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ വിഷയമൊന്നുമില്ല ഗൈസ്. എന്നാ ഒന്നുമില്ല ഗൈസ്. ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാണ്. അവിടെ ഞാൻ കുറച്ച് മണ്ടത്തരമൊക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗൈസ് നമുക്ക് റെഡ് കളർ തത്തനെ വേണം. വേണ്ട ഗൈസ്. 31 സീഡ് ഉണ്ട്. എന്നിട്ട് ഞാൻ മണ്ടത്തരം കാണിക്കുന്നത് പ്ലീസ്. നമുക്ക് കുറച്ച് ഈ സാധനത്തിൻ്റെ മെലം കണ്ടുപിടിക്കല്ല മലം പൊട്ടിച്ചെടുക്കാം. പറന്നാണ് ഗൈസ്. പിന്നെ ഗൈസ് ഇങ്ങനെ മെലൻ കഴിക്കാം. 2 ആട് ഗൈസ്. ഒരു അച്ഛനാടും ഒരു അമ്മയാടും. അല്ല സോറി, ഒരു കൊച്ചാടും ഒരു അമ്മ അച്ഛനും ആടും. ഏതോ ഒരാട്. എടാ പാണ്ട, ഉരുളുന്ന പാണ്ട അടിച്ചു കൊല്ലും. ഉരുണ്ടൊരു തലയല്ല ഓടി നിൻ്റെ. എടാ വേണ്ട ഉരുണ്ടോ ഉണ്ടോ? രാത്രി ആവുന്നുണ്ടോ? ഇത്രയും വേഗത്തില്ല. പാവുണ്ട് ഗൈസ്. വേണ്ടായിരുന്നു. ഇതുവഴിയായിരുന്നു ഗൈസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നേ. ഇതുവഴി എൻ്റെ ചങ്ങായി ഇന്ന് വാ ഗൈസ്. നമ്മളെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വീഴാൻ വരാം ഗൈസ്. നമുക്ക് ഈ പാലം കുറച്ചുകൂടി വലുതാക്കണം. അല്ലെങ്കിൽ ഇതുങ്ങൾ ഇപ്പോൾ വിഷയം. എൻ്റെ പന്നെ ഇരുട്ടുന്നു, സന്ധ്യയാവുന്നു. കുഞ്ഞാട് നീ മിടുക്കൻ. ചുണ്ടറാബാ മറ്റേ വരുന്നില്ല. ഷൊണ്ണാപ്പി ബാ. സമയം പോകുന്നു. രാത്രി കമോൺ. വെള്ളത്തിൽ വേണം. വന്നു. അത് നമ്മുടെ ഇപ്പം മൊത്തം നമ്മുടെ മൊത്തം 6 ആടുണ്ട് ഗൈസ്. 6 ആടല്ലേ? അതിനകത്തെ 3, 4, 5, 6 ആട്. മൊത്തം 6 ആടുണ്ട്. തള്ള ഇതെന്നാ വരാത്തെ? ഇങ്ങോട്ട് കറങ്ങാണ്ട് ഇനി വാന്ന്. എൻ്റെ പൊന്നെ ഇച്ചിരി കഷ്ടം തന്നെ. ഇങ്ങി വാ ഗൈസ്. സ്കൂളിൽ വെള്ളയാടാണ്. കറുത്താട് ഒറ്റ ഒരെണ്ണമുള്ളൂ പാവം. എന്താ വിഷയം എന്നാ? ഗൈസ് നമ്മുടെ ഇപ്പോൾ മൊത്തം എത്ര ആടുണ്ട്? കണ്ട ഗൈസ്. നമ്മുടെ ഇപ്പോൾ മൊത്തം 6 7 ആട് ഗൈസ്. 7 ആട്. എൻ്റെ പൊന്നെ. നമ്മുടെ മൊത്തം ഇപ്പോൾ 7 ആടുണ്ട്. അത് തന്നെ ദൈവമേ. ഇത് ബെഡില്ല, ഉറങ്ങണം. ഒരു വെള്ള വീടുണ്ടാക്കാൻ എൻ്റെ ദൈവമേ കഷ്ടപ്പാട്. ഓറിയോ ബിസ്ക്കറ്റ് തിന്നാണ് ഗൈസ്. ജാതി ഓറിയോ ബിസ്ക്കറ്റ് ഗൈസ്. നമുക്ക് ഇതിൻ്റെ താട ഇത് പൊട്ടിക്കിനി ആടിയാവും. നമ്മുടെ അയ്യോ സോംബി ഒന്നും സമയമൊന്നും ഇല്ല എൻ്റെ ദൈവമേ. ഇതൊന്നും ഒത്തിരി ആൾക്കാരുണ്ടല്ലോ കുറേ.
ഗൈസ് എന്താ ആണ്ട ഗൈസ് വെട്ടം വെളിച്ചം കാണാൻ തുടങ്ങി ഗൈസ് ഞാൻ. ക്രീപ്പർ എൻ്റെ പൊന്നോ ഓടിച്ചെന്ന് കട്ടിലെടുക്കണം, എന്നിട്ട് ഇടണം, എന്നിട്ട് കിടക്കണം. സോസീൻ വാ. സോംബിയൊക്കെ വെള്ളത്തിനടി കൂടെ മുങ്ങിപ്പോവുക. 2 സോംബി കടുപ്പിച്ച്. കൂട്ടുകാരാണോ? ചേട്ടനന്മാരാണ് ഗൈസ് രണ്ടുപേരും ഒരുമിച്ച് വരുന്നത്. അയ്യോ ക്രീപ്പർ എങ്ങനെ കൂടാ വരുന്നുണ്ടാ. ഓ ഭയം വരുന്നു. ഓ ഇതിൻ്റെ അമ്പുമില്ലൊക്കെ പോയാ. ഇതേതാ പെരുവഴിയായി ഞാൻ. ഓടാ നാശം വന്ന് ഓട്. ചത്ത് തീർന്ന് ഭയങ്കര അഫ്റ്റ്. തിന്നാണ് ആ സമയത്ത് പേടിപ്പിക്കാൻ വേണ്ടി. തിന്നാണ്ട് തന്നെ പോവും. ഓട് വെളിപ്പോ പുറത്തേക്ക് പോ. തുറക്ക്. ഓ എടാ പൊട്ടിച്ചെടുത്തിട. ഒന്നും ചെയ്യില്ല. ഒരു ചത്തുകൂടാ. ഞാൻ ചത്ത് എന്നെ ചെയ്യാൻ പറ്റത്തില്ല. ചത്തു പോയടാ. വന്ന് ചാടിയത് കട്ടില്ല മുകളിലോട്ട്. ജസ്റ്റ് സ്റ്റീവ് ചത്ത് ഗൈസ്. നമ്മുടെ പെരിയോനെ റഹ്മാൻ ചത്ത് ഗൈസ്. ബുൾഷിറ്റ്. ഗൈസ് പുറത്തൊക്കെ മഴയുണ്ട്, നല്ല മഴയാണ് ഗൈസ്. മഴ കാരണം നാളെ അവധിയാണ് ഗൈസ്. നിങ്ങളാരും സ്കൂളിൽ പോകല്. എൻ്റെ വീഡിയോ കാണണം. മഴയാണ് ഗൈസ്. അവധി ആയതുകൊണ്ട് വീഡിയോ കാണണം. എല്ലാ മച്ചന്മാരും വീഡിയോ കാണണം. അവധി ആയതുകൊണ്ട് നാളെ അവധിയാണ് ഗൈസ്. ഇതിനൊന്നും മേടിക്കണ്ട, ഞാൻ ഉണ്ട്. ഞാൻ പറഞ്ഞു. ഞാൻ ആരോട് വേണമെങ്കിലും പറയാം നാളെ അവധിയാന്ന്. ഓ കയറ് ഗൈസ്. പൊട്ടറ്റോ ഉണ്ട് ഗൈസ്. ഇവിടുന്ന് നമ്മൾ എന്നാലും ഇവിടം വരെ വന്നാൽ നമുക്ക് കുറച്ച് വീറ്റൊക്കെ തൂക്കിക്കൊണ്ട് പോകാം. കാരണം നമുക്ക് ഇച്ചിരി നമ്മുടെ ആടെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, വിശപ്പൊക്കെ ഉള്ള ആടുകളാണ്. കാരണം മനുഷ്യനെ പോലെ തന്നെയാണ് മൃഗങ്ങൾക്കും വിശപ്പുണ്ട് ഗൈസ്. ഈ തേങ്ങ പോട്ട് ഗൈസ്. നമ്മുടെ ആടും പൊട്ടറ്റോ തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഒന്നും പോലെ കളയല്ല. ഞാൻ ഭക്ഷണം വേസ്റ്റ് ചെയ്യത്തില്ലാത്ത ഒരാളാണ് മൈൻക്രാഫ്റ്റിൽ. എന്നെ കണ്ട് ലോസ് കിട്ടിയാൽ അത് ഞാൻ അങ്ങ് എടുത്തിരിക്കും. എന്താണ് ഈ പച്ച ബെഡ് മാത്രമേ ഉള്ളൂ തേങ്ങ. പച്ച ബെഡാണ് ഗൈസ്. മൊത്തം പച്ച ബെഡ്. ഞാൻ പച്ച ബെഡ് വെറുതെയാണ് ഗൈസ്. മഴവിൽ ബെഡ് ഉണ്ടാക്കിയിടാൻ പോവാണ് ഗൈസ്. തേങ്ങ അതന്നെ ദൂരെ കയറി പോകുന്നത് ഗൈസ്. നമ്മുടെ ഗോൾഡൊന്നും പോയില്ല. ഞാൻ കണ്ട പോലെ തോന്നുന്നു. ഗോൾഡൊന്നും പോയില്ല ഗൈസ്. ഞാൻ ഇപ്പോൾ 9ാം ക്ലാസ്സിലാണ്. നിങ്ങൾക്കറിയാമോ? ഒത്തിരി പഠിക്കാനുണ്ട് ഗൈസ്. കാരണം ഞാൻ ഇനി അങ്ങനെ വലുതായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇടത്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ ഗോലൻ വിഷയം ഉണ്ടാകരുത്. അപ്പം നമ്മളിടുമ്പോൾ എന്നടാ നീ എന്നാ ചെയ്യുന്നത്? അടി പൊട്ടീന അയ്യോ ചത്തിയത്. ഞാൻ അറിയുന്നു. ഏറി നിന്ന് ഓട് പൊന്നുമോനെ. എന്തിനാടാ ചക്കര ഉമ്മ എന്തൊരു പുറപ്പാടും ഗൈസ്. അപ്പോൾ നമ്മുടെ പുറകെ തന്നെ നമ്മുടെ ഗോലം കാര്യങ്ങൾ ഓടി വരുന്നുണ്ട്. ഇവൻ്റെ പൊന്നളിയ ചക്കര ഒന്നും ചെയ്യില്ലടാ. അവൻ നമ്മളെ വെറുത്ത് പോയാ. ഇങ്ങനെ എന്നെ പേടിയിട്ടൊന്നുമില്ല. കാരണം ഞാൻ വെള്ളത്തിൽ കൂടെ നീന്തി പോകാൻ പഠിക്കുക, അറിയാവും. കാരണം നമ്മൾ ഒത്തിരി തടസ്സങ്ങൾ നേരിടണം. തടസ്സങ്ങൾ നേരിടണം. പൂച്ചയൊക്കെ വെള്ളത്തിൽ കൂടെ പോയനെ. നമ്മളോടുള്ള പക അവൻ തീർന്നു. നമ്മളോടുള്ള പക അവന് തീർന്ന എന്തിയേ? അണ്ണനെ കാണുന്നില്ല. അവനെ അവിടെ കൊണ്ട് കളഞ്ഞ്. എടാ വില്ലേറെ ഒന്നും കാണുന്നില്ലല്ലോടാ. എന്തിയടാ? പക്ഷെ എൻ്റെ മോനെ ഒരു വീട്ടിനെ കണ്ട കേട്ടോ. പിന്നെ ഒരു വീറ്റ്. ബാക്കി വീറ്റൊക്കെ എന്തിയേ? ലേറ്റർ ഒരു ജോലി എടുക്കത്തില്ലാത്ത. അവിടെ ഉണ്ടാവും നായി. പൈസ നമുക്കിനിയും ബക്കറ്റ് ഉണ്ടാക്കണം. പിന്നെ നമുക്കൊരു ഫാം ഉണ്ടാക്കണം. എൻ്റെ പൊന്നോ വെള്ളത്തിനടി കൂടെ. ഞാനെന്ന് പറഞ്ഞാൽ എല്ലാത്തിലും കൂടെ ജീവിക്കുന്നൊരു മനുഷ്യനാണ്. ആകാശത്ത് പോകാൻ പറ്റുവാണ് ആകാശത്തും ജീവിച്ചേനെ. കേവ് ഒത്തിരി ഗുഹകളുള്ളൊരു മരുഭൂമിയാണ്. മരുഭൂമി എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പുറത്ത് കുറച്ച് ജംഗിളുണ്ട്. ജംഗിളിനകത്ത് പോയി നമുക്ക് എന്തെങ്കിലും
മൃഗത്തിനെ കിട്ടുമോ നോക്കണം. അതിനെ നമുക്ക് ഫുഡായിട്ട് എടുക്കാൻ വേണ്ടി. നമ്മുടെ ഫുഡില്ല, കുറച്ച് വാട്ടർ മെലൺ മാത്രമേ ഉള്ളൂ ഗൈസ്. കാരണം നമ്മൾ ഇച്ചിരി പാവങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ മീറ്റൊന്നും കഴിക്കുന്നില്ലെന്ന് വിചാരിച്ച് ഇപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഗൈസ്. നമ്മൾ മീറ്റൊന്നും കഴിക്കുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് ഒരു വേറെ കാര്യം നമുക്ക് ചെയ്യാം. നമ്മൾ പൊട്ടറ്റോ ഫാമിംഗ് ആയിരിക്കും. പൊട്ടറ്റോ തിന്ന് ജീവിക്കുന്നുണ്ട്. പൊട്ടറ്റോ ചെയ്യുന്ന അവസാനം ചാവും തോന്നും കേട്ടോ, വണ്ണൊക്കെ വെച്ച്. എൻ്റെ മോനെ, നമ്മുടെ ആട് കിടക്കുന്നുണ്ടില്ലേ, എൻ്റെ പൊന്നെ. നമുക്ക് ആടിന് കളറൊക്കെ കൊടുക്കാൻ പറ്റുമോ? അയ്യോ 10 മിനിറ്റായി വീഡിയോ കണ്ടിട്ട്. നിങ്ങൾ എല്ലാ മച്ചന്മാരും വീഡിയോ കാണുന്ന മച്ചന്മാരെല്ലാം ലൈക്ക് ചെയ്യണം. ലൈക്ക് മാത്രം മതി എനിക്ക്. എല്ലാവരും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് തന്നെ ചെയ്യാൻ ഒരിക്കലും മാർക്ക് ചെയ്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഫാമും കാര്യങ്ങളും ചെയ്യുന്നത്. കുട്ടി ഫാമാണ്. കാരണം തന്നെ നമ്മൾ പാവമാണ് ഗീസ്. നമ്മൾ പൃഥ്വിരാജാണ് ഗീസ്. ആടുജീവിതത്തിനകത്തെ നമ്മൾ കഷ്ടപ്പെട്ട് എല്ല് വെച്ച് തുരന്നാണ് ഗീസ് നമ്മൾ വീടുണ്ടാക്കണേ. നമ്മുടെ ഈ ടൂൾസ് ഒന്നും ഇല്ല. എല്ല് വെച്ച് നമ്മൾ മണ്ണ് തുരന്ന് നമ്മൾ ഫാം ഉണ്ടാക്കുന്നു. കഷ്ടപ്പാട്, ചില്ലറ കഷ്ടപ്പാടല്ല ഗീസ്. ഞാൻ കഷ്ടപ്പെടുന്ന ഒരു എന്നാ, അയ്യോ എപ്പോഴും പേര് പറയും. ആട്ടിടാനാണ്. പക്ഷേ എൻ്റെ പൊന്നോ, അയ്യോ എടാ വിശക്കുന്നു. ഭക്ഷണം. അത് നമുക്ക് ഇവിടുന്ന് നമ്മുടെ പച്ച കളറിലെ ഡേട്ട് എടുത്ത് പൊട്ടിക്കാം. വളർത്തി നിൽക്കുന്ന ഡേട്ട് ആയതുകൊണ്ട് ഇച്ചിരി പൊട്ടാൻ ഇച്ചിരി സമയം എടുക്കുമോ? ഇല്ലേ. അയ്യോ എൻ്റെ കളിയാ ഗൈസ്. എനിക്ക് 2K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞാൻ എൻ്റെ ഫേസ് റിവ്യൂ ചെയ്യും. ഫേസ് കാണിക്കുന്നു. എൻ്റെ ഫേസ് റിവ്യൂ ചെയ്യും. അപ്പം ഗൈസ്, എൻ്റെ ഫേസ് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്നാ സബ്സ്ക്രൈബ് ചെയ്യും. അയ്യോ ഞാൻ ചുമ്മാ കേട്ടോ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഗൈസ്, നമ്മുടെ കാര്യത്തിലോട്ട് വരാൻ നമ്മൾ എത്രയും സ്പീഡിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ജോലികളും കാര്യങ്ങളും, നമ്മുടെ കുഞ്ഞ് വീടിൻ്റെയും പിന്നെ നമ്മുടെ കുഞ്ഞ് ഫാമിൻ്റെയും കാര്യങ്ങൾ, നമ്മുടെ സീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വീറ്റ് ഫാമിനുള്ള. രണ്ടും പറഞ്ഞോ. ഞാൻ വീഡിയോയിൽ എപ്പോൾ വേണമെങ്കിലും ഫേസ് റിവ്യൂ ചെയ്യാൻ ഒരു പ്രശ്നക്കാരനാണ് കേട്ടോ. എന്നെ ആരും വിഷയമാക്കില്ല. ആടുജീവിതത്തിനകത്തെ മറ്റേ പുള്ളിയാണ്, കാട്ടിടാനാണ് അറിയാമോ. ക്രീപ്പർ വന്നാലും സോംബി വന്നാലും ഞാൻ വിഷയമാവും. അതുകൊണ്ട് എന്നെ അറിയത്തില്ലേ ക്രീപ്പറിനും സോംബിക്കുമൊക്കെ. ഞാൻ പേടിച്ച് കളിക്കുന്ന എൻ്റെ ആടുകളെ ഓർത്ത് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ നമുക്ക് എന്നെ ഉണ്ടാക്കണ്ടേ? നമുക്ക് പ്ലാങ് ഉണ്ടാക്കണം. പ്ലാങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആഡ്സ് വിക്കാഡ്സ് എല്ലാം ഉണ്ടാക്കണം. ഓടാ, ഇനി എന്തൊക്കെ ചെയ്താലാടാ നമുക്ക് നമ്മുടെ സാധനങ്ങളിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് കോബിൾ സ്റ്റോൺ വേണം, അയൺ വേണം. എൻ്റെ ആളിയാ, ഇത് ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. പക്ഷെ നമ്മുടെ എപ്പോഴും ഒരു സ്റ്റെപ്പിങ് പോലെ ആയിരിക്കും നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ കയ്യിരിക്കണം. അതൊരു നല്ല കാര്യം തന്നെയാണ്. എന്നാ യോമേ ഇപ്പോൾ ചത്തേനെ. അര ഹാർട്ട് പോയി കേസൻ്റെ. ഹാർട്ട് പോയെന്ന് പറഞ്ഞാൽ ഇച്ചിരി ചില്ലറ കാര്യമൊന്നുമല്ല. ഞാൻ അവിടെ നമ്മൾ എന്നാ ക്രീപ്പർ കൊല്ലാൻ വന്നപ്പോഴത്തേനും ഒരു കുഴിയിലിറങ്ങിയപ്പോൾ ഞാൻ അവിടെ അയൺ കണ്ടായിരുന്നു. ഇതല്ലേ അത്? ഇവിടെ ഇതേതാ വഴി? അപ്പം ഞാൻ പെരുവഴിയായിരുന്നു. നമുക്ക് കുറച്ചേറെ കോബിൾ സ്റ്റോൺ വേണം. കാരണം നമുക്ക് ഫർണസ് ഉണ്ടാക്കണം. പിന്നെ എന്നാ ഫർണസിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഫർണസ് ഇല്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ല. ഫർണസ് വേണം നമുക്ക് ആദ്യം തന്നെ. ഫർണസ് വേണ്ട. നമ്മുടെ താഴെ തന്നെ അയൺ ഉണ്ട്. പിന്നെ എന്നാ താഴെ തന്നെ അയണുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം ഗൈസ്. കാരണം നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല. ഈ സ്റ്റിക്കല്ലേ? സ്റ്റിക്ക് വേണം. അങ്ങനെ നമുക്ക് പിക്കാറ്റ്സ് കാര്യങ്ങളായി ഗൈസ്. നമ്മൾ നിൽക്കുന്ന ചോട്ടിൽ തന്നെ നമുക്ക് അയൺ ഉണ്ട്. നമ്മൾ താഴെ പോയിട്ട് വെറുക്കല്ലേ? അല്ലേ വേണ്ട, താഴെ പോയിട്ട് വെറുക്കാം ഗൈസ്. എനിക്ക് വേണ്ടി തന്നെ 3 എണ്ണം പെറുക്കി വെച്ചേക്കുന്നവരുണ്ടല്ലേ എൻ്റെ കളി. പക്ഷെ അങ്ങോട്ടൊക്കെ ഇച്ചിരി വലിയതാണെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പം പോകണ്ട, കാരണം നമ്മൾ ആട്ടിടനാണ്. നമുക്ക് ഈ അയണൊക്കെ മതി. അത് വലിയ കൂടുതൽ സാധനമൊന്നും വേണ്ട. കാരണം നമ്മൾ ആട്ടിടൻ തന്നെ പാവപ്പെട്ട ഒരാട്ടിടനാണ്. നമ്മളെ സഹായിക്കാൻ പോലും ആരും ഇല്ല. ഉള്ള വില്ലേജസ്
ഇപ്പം ആകെ ഓലം മാത്രമേ ഉള്ളൂ. എന്നോട് ശത്രുവാണെന്ന് തോന്നുന്നവൻ. അവൻ്റെ വിണക്കൊക്കെ മാറി കാണും. ഞാനല്ലെന്ന് പറയാം അവനോട്. ഞാനല്ല നിന്നെ അടിച്ചത്, വേറെ ഒരാളെന്ന് പറയാം. നമുക്കിനി വീട്ടിൽ പോയിട്ട് വീട് പണിയണമല്ലേ. പക്ഷെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് നമുക്ക് അല്ലേ. ഒരു കഷ്ടപ്പെട്ട ഒരു ഇവിടെ ഭയങ്കര വിഷയം കേട്ടോ. ഭയങ്കര മഴയായതുകൊണ്ട് ഭയങ്കര വെള്ളപ്പൊക്കി. ഗോൾഡൻ ആപ്പിൾ കഴിക്കാൻ ഗൈസ്. വേണ്ട അയ്യോ എനിക്ക് ഗൈസ് ഗോൾഡൻ ആപ്പിൾ കളയാൻ തോന്നുന്നില്ല ഗൈസ്. നമുക്ക് ഗോൾഡൻ ആപ്പിൾ കളയാനേ തോന്നുന്നില്ല സത്യം പറയാം ഗൈസ്. ഈ സീഡെന്ന് പറഞ്ഞാൽ ഇച്ചിരി അത്യാവശ്യം നല്ല സീഡ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബയോം നല്ലൊരു സെറ്റ് ബയോമാണ് സത്യം പറയാമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബയോം കാര്യങ്ങളും. നല്ല അങ്ങ് ഉണ്ടോ മല വലിയ അല്ല മലയും പോട്ടെ മരങ്ങളുണ്ടോ. ദൂരെ ഒത്തിരി മരങ്ങളുണ്ട്. നമുക്ക് ഉൾക്കാട്ടിലോട്ട് പോകാം. പക്ഷെ എനിക്ക് പേടിയെന്ന് തിരിച്ചു വരാനുള്ള വഴി അറിയത്തില്ലെങ്കിൽ നമ്മളവിടെ ഇരിക്കും മഞ്ഞ. നമുക്കൊരു ബ്രൗൺ ബെഡ് ഉണ്ടാക്കല്ലേ. എന്ത് ചെയ്താലും എന്തേലും മണ്ടത്തരം കാണിക്കും. അവിടെ നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ ഗൈസ്. ചെസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം നടക്കത്തില്ല. കാരണം നടക്കും നമ്മുടെ സാമഗ്രികളെല്ലാം ഉപേക്ഷിച്ച് വെച്ചിട്ട് പോകേണ്ടി വരും. ഇതാവട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ കാര്യം നോക്കാം. ഇരുട്ടി സന്ധ്യാസമയം വെള്ളത്തിനടിയിൽ പോവാതെ ഉണ്ടോ. വെള്ളത്തിനടി കണ്ടോ. ഈ മൈൻക്രാഫ്റ്റിൽ വെള്ളത്തിനടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എത്ര നേരം വെള്ളം ജീവിക്കാനുള്ളൊരു ഇതുണ്ടാണ്. ഞാൻ എപ്പോഴും വെള്ളത്തിനടിയിൽ നിന്ന് മാറത്തില്ലായിരുന്നു ഗൈസ്. ഇനിയും ഞാനാണെങ്കിൽ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഈ ആടുജീവിതം നമ്മുടെ 100 ആടുകളായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ എപ്പിസോഡ് ക്ലോസ് ചെയ്യും. തത്തയൊക്കെ വാണം വിട്ടോളൂ ഗൈസ്. നമ്മൾ 100 ആടുകളായി കഴിയുമ്പം നമ്മുടെ എപ്പിസോഡ് ക്ലോസ് ചെയ്യില്ല. 100 ആടിനെ എങ്ങനെ എണ്ണിപ്പെറുക്കി എടുക്കാനാണ് ഗൈസ്. നമ്മളിപ്പോൾ മൊത്തം 7 ആടുകളാണുള്ളത്. നമുക്കിഷ്ടം പോലെ ആടുകളെ വേണം ഗൈസ്. 100 ആട് വേണം. 100 ആടിനെ തന്നെ ആയിരിക്കട്ടെ ഗൈസ്. ഞാൻ എണ്ണത്തൊന്നുമില്ല, ചുമ്മാ അത് നിറയ്ക്കുന്നവരുടെ ആടിനെ അങ്ങ് എടുക്കും. 100 ആടുകൾ തന്നെ ആയിരിക്കും ഗൈസ്. പിന്നെ 100 ആടിനെ ഈ എപ്പിസോഡ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഒരു മഞ്ഞുമൽ ബോയ് എന്ന് പറയുന്നൊരു എപ്പിസോഡും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. എനിക്കൊരു ത്വരയുണ്ട്. എനിക്കത് 6 മതിയില്ലേ. 6 മതി. 6 മതി തൽക്കാലം. 6 മതി ഗൈസ്. എനിക്കറിയത്തില്ല ഞാൻ എന്നെ ഉദ്ദേശിക്കുന്നതെന്ന്. വീടൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് സത്യം പറയാൻ എനിക്ക് ഒരു പിടുത്തവും ഇല്ല ഗൈസ്. വീടൊക്കെ എങ്ങനെ ഇരിക്കും. ഇവിടെ തന്നെ ഉണ്ടാക്കാം അല്ലേ. തൽക്കാലം ഇവിടെ. ഓക്കെ. ഇങ്ങനെയൊന്നും അല്ല ഗൈസ് ഉണ്ടാക്കണേ. ചുമ്മാ ഞാൻ വെച്ചെന്നുള്ളൂ ഇവിടെ. പിന്നെ പൊട്ടിച്ചെടുക്കാം. തീർന്ന് സാധനം തീർന്ന്. 6 പോരായിരുന്നോ ഗൈസ്. 6 പോരായിരുന്നു. എനിക്കിനി ഉണ്ടാക്കാൻ മടിയാണ് ഗൈസ്. ഞാൻ നമ്മൾ ഇത്ര ഉണ്ടാക്കിയില്ലേ. അപ്പോൾ നമുക്ക് ബാക്കിയുണ്ട് ഉണ്ടാക്കാം. ആണ്ടേ കാട്ടിലൊക്കെ അയ്യോ എൻ്റെ പൊന്നോ എന്നെ അവിടെ കൊണ്ടാടി വെക്കുന്നത്. ആക്സിഡൻ്റ് ആയിട്ടാണ് ഗൈസ് ഇത്രയും കിടന്ന് ബുദ്ധിമുട്ടിയത്. നമുക്കിവിടെ നമ്മളെ ഇത് വെക്കാം. ഓക്കെ സെറ്റ് വെച്ച്. എവിടെ കൊണ്ടാണോ വെക്കുന്നത് ഞാൻ അങ്ങനെ വെച്ചല്ലോ. പിന്നെ മടുക്കറിയുന്ന വെച്ചല്ലേ. ഓക്കെ സെറ്റ്. പേടിപ്പിക്കുന്നു. ഞാനടുത്ത് എൻ്റെ പുറകെ എന്തെങ്കിലും സാധനം കാണുമെന്ന് ഞാൻ ഇതൊന്നും ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ചത്തുന്നു. ഓക്കെ ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ചിട്ട് ഇവിടെ വയ്ക്കാം ഗീസ്. ഓക്കെ ഗീസ്. ചെറിയൊരു കുടിലാണ് ഗീസ്. നമ്മുടെ കുടിൽ വീടാണ്. ഓക്കെ ഇവിടെ വയ്ക്കാം. ദെൻ ഇത് ഇവിടെ വയ്ക്കാം. പിന്നെ ഇവിടെ വേണ്ട, ഇവിടെ കുഴപ്പമില്ല. പിന്നെ കുറച്ചൊരു ബാക്കോട്ട് ഇറങ്ങി കഴിഞ്ഞ് ഇവിടെയും വയ്ക്കും. കുറച്ച് ഇട വേണ്ടേ. ഇട ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും. കഞ്ഞി മഴ പെയ്യണം ഗൈസ് മൈൻക്രാഫ്റ്റിൽ. ഗൈസ് നമ്മുടെ കുടിൽ വീട് ഇത്രേ ഉള്ളൂ ഗൈസ്. എങ്ങനെയുണ്ട് കുടിൽ വീട്? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറയണം ഗൈസ്. കാരണം നമ്മൾ പാവം ആട്ടിയുടെയും കുഞ്ഞാണ് ഗൈസ്. നമ്മുടെ കട്ടിൽ പൊട്ടിച്ചെടുത്തുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒരു തത്തമ്മയുണ്ട് ഗൈസ്. ഗ്രേ കളർ തത്തമ്മ. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ എടുക്കാനാണ്. ഗ്രേ കളർ തത്തമ്മ എന്ന് പറഞ്ഞാൽ മൈൻക്രാഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഗൈസ് തത്തമ്മ. പക്ഷേ എനിക്ക് നേരിട്ടുള്ള ജീവിതത്തിൽ ഇഷ്ടമില്ല ഗൈസ്. എന്നാ മൈൻക്രാഫ്റ്റ് നമുക്ക് നമ്മുടെ അയണും കാര്യങ്ങളൊക്കെ സെറ്റായെന്നാണ് തോന്നുന്നത്. ഓക്കെ അയണൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളും നമുക്കൊരു ഇതുണ്ടാക്കാം. ബക്കറ്റ് ഉണ്ടാക്കാം.
ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിക്കണം. ഡേർട്ടുണ്ട് കയ്യിൽ, എല്ലാം പെട്ടെന്ന് വയ്ക്കണം. നമ്മുടെ ഷെൽട്ടറും കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനിയും നമുക്ക് ക്രാഫ്റ്റ് ടേബിൾ ഇവിടെ വയ്ക്കാം. പിന്നെ നമ്മുടെ ബെഡ് അകത്തെടുത്തിടാം. ബെഡ് പച്ച ബെഡാണ്. ഫർണസ് എടുത്ത് ഫർണസ് എടുക്കും. ഫർണസ് എടുത്ത് പിന്നെ നമ്മുടെ ബെഡ് എടുത്ത് പച്ച കളർ ബെഡാണ് നമ്മുടെ. ഓക്കെ ആടുജീവിതം നമ്മുടെ എപ്പിസോഡ് സെക്കൻഡ് ആയിട്ടുണ്ട്. നമ്മുടെ മൊത്തം ഇപ്പം സെക്കൻഡ് എപ്പിസോഡിൽ 7 ആടുകളും കാര്യങ്ങളുമായിട്ടുണ്ട്. ഇനി അത്യാവശ്യം 100 ആടുകളെയാണ് വേണ്ടത്. 100 ആടുകളാണ് നമ്മുടെ ടാർഗറ്റ്. നമുക്ക് 100 ആടുകളെ വേണം. അയ്യോ, 1 ബ്ലോക്കും കൂടെ ആയിട്ടുണ്ട്. അവിടെ വയ്ക്കാം. 4 ബ്ലോക്ക് ആയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ എന്ന് പറഞ്ഞാൽ നമുക്കിനിയും കുറച്ച് കല്ലും മണ്ണും, അതായത് ഡേർട്ട് പൊട്ടിച്ചെടുത്താൽ അവിടെ വെച്ച് വെള്ളം കൂടെ വെച്ചാൽ നമ്മുടെ എപ്പിസോഡും കാര്യങ്ങളും തീരുന്നതായിരിക്കും. ഗൈസ്, നമ്മുടെ 2 ഡേർട്ടുണ്ട്. ബാക്കി ഡേർട്ടും കൂടെ വേണം. ഗൈസ്, നമ്മുടെ ഡേർട്ടും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചെടുക്കും. മേളിപ്പോൾ പൊട്ടിക്കും. അതാണ് സിമ്പിള്. ഗൈസ്, നമ്മളങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മുടെ ഡേർട്ടും കാര്യങ്ങളും പൊട്ടിച്ച് അവസാനം ഇത്രയായി. 10 ഡേർട്ട് മതിയില്ലേ? അയ്യോ, നമുക്ക് ഹോൾ ഉണ്ടാക്കണം ഗൈസ്. അതില്ലാക്കിയില്ലെങ്കിൽ എന്നാ ചെയ്യണ? വെള്ളം വാട്ടർ ഗൈസ്, ഓക്കെ, സെറ്റ് ഗൈസ്. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ബെസ്റ്റ് ഹോൾ ഉണ്ടാക്കാം ഗൈസ്. നമുക്ക് ഹോൾ ഉണ്ടാക്കാം. ഹോ ഈ ഹോയും കാര്യങ്ങളും ഉണ്ടാക്കണം. നമുക്കിവിടെ നിന്ന് മണ്ണെല്ലാം ഉഴുതുഴുത് മാറ്റാം ഗൈസ്. മണ്ണെല്ലാം നമുക്ക് മാറ്റാം. ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളും അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. അപ്പം ഗൈസ്, നമ്മുടെ വീഡിയോയും കാര്യങ്ങളും അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്കിനി